മികച്ച 10 ലോക സിനിമകളിൽ മഞ്ഞുമ്മൽ, ആദ്യ 20-ൽ ഭ്രമയുഗവും ആട്ടവും. ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ്. മറ്റൊന്നുമല്ല, നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം. കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താല്പര്യപ്പെടുകയാണ്. മികച്ച 10 ലോക സിനിമകളിൽ മഞ്ഞുമ്മൽ, ആദ്യ 20-ൽ ഭ്രമയുഗവും ആട്ടവും. മികച്ച 10 ലോക സിനിമകൾ തെരഞ്ഞെടുത്തപ്പോൾ അതിൽ മഞ്ഞുമ്മൽ ബോയ്സ് എന്ന ചിത്രവും ഉണ്ടെന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ലെറ്റർ ബോക്സ് എന്ന ഒരു പ്രസ്ഥാനത്തിന്റെ മികച്ച 10 ലോക സിനിമകൾ തെരഞ്ഞെടുക്കുക ആ ഒരു വലിയ ഓൺലൈൻ സിനിമ മാഗസിന്റെ ചടങ്ങിനിടയിലാണ് ഇത്തരത്തിലുള്ള ഒരു കാര്യം പങ്കുവച്ചത്. ലെറ്റർ ബോക്സ് ഡി എന്ന ഓൺലൈൻ സിനിമ മാഗസിൻ പ്രസിദ്ധീകരിച്ച ഈ വർഷത്തെ മികച്ച 50 ലോക സിനിമകളുടെ ലിസ്റ്റിൽ ഇടം നേടി കഴിഞ്ഞിരിക്കുകയാണ് 4 മലയാള സിനിമകൾ. ലിസ്റ്റിൽ 8ാം സ്ഥാനത്താണ് ചിദംബരം സംവിധാനം ചെയ്ത മഞ്ഞുമ്മൽ ബോയ്സ് എന്ന ചിത്രം ഇടം നേടിയിരിക്കുന്നത്. 13ാം സ്ഥാനത്ത് രാഹുൽ സദാശിവന്റെ ഭ്രമയുഗവും, 20ാം സ്ഥാനത്ത് ആനന്ദ് ഏകർഷി സംവിധാനം ചെയ്ത ചിത്രം ആട്ടവും ഇടം നേടി. പ്രേമലുവിന് 35ാം സ്ഥാനമാണുള്ളത്. ആദ്യമായാണ് ഒരു മലയാള സിനിമ ലെറ്റർ ബോക്സിന്റെ ആദ്യ 10-ൽ ഇടം നേടുന്നത്. ലെറ്റർ ബോക്സ് അംഗങ്ങളുടെ റേറ്റിംഗ് പ്രകാരമാണ് ലിസ്റ്റ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യ സ്ഥാനത്ത് ഡെനിസ് വിലന്യൂസിന്റെ ഡ്യൂൺ 2ാം ഭാഗവും, 2ാം സ്ഥാനത്ത് മൈക്ക് ചെസ്രിക്കിന്റെ ഹൺഡ്രഡ്സ് ഓഫ് ബിവേഴ്സ് എന്ന ചിത്രവുമാണ്. ഇന്ത്യയിൽ നിന്നുള്ളത് ആകെ 5 എണ്ണം, അതിൽ 4 എണ്ണവും മലയാളത്തിൽ നിന്ന്. കിരൺ റാവുവിന്റെ സംവിധാനത്തിൽ നെറ്റ്ഫ്ലിക്സിൽ പുറത്തിറങ്ങിയ ലാ പഥ അഥവാ ലോസ്റ്റ് ലേഡീസ് എന്ന ചിത്രമാണ് ലിസ്റ്റിൽ ഇടം നേടിയ മറ്റൊരു ഇന്ത്യൻ സിനിമ. 32ാം സ്ഥാനമാണ് ഈ ചിത്രത്തിനുള്ളത്. സിനിമാ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ അംഗമായിട്ടുള്ള വെബ്സൈറ്റാണ് ലെറ്റർ ബോക്സ് ഡി. ലെറ്റർ ബോക്സിൽ ഏറ്റവും കൂടുതൽ റേറ്റിംഗ് ഉള്ള മലയാള സിനിമയായും മഞ്ഞുമ്മൽ മാറി. മഞ്ഞുമ്മൽ ബോയ്സ് കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പാണ് 200 കോടി രൂപ കളക്ട് ചെയ്ത് ആദ്യ മലയാള സിനിമ എന്ന ഖ്യാതി നേടിയെടുത്തത്. ഇതൊരു റെക്കോർഡാണ്. പിറകെയാണ് ലോക നിരൂപക ശ്രദ്ധ നേടുന്ന സിനിമയായി ചിത്രം തെരഞ്ഞെടുക്കപ്പെടുന്നത്. മാർച്ച് 15-ന് OTTയിൽ റിലീസ് ചെയ്തതോടുകൂടി മമ്മൂട്ടിയുടെ ഭ്രമയുഗത്തിനും ആഗോളതലത്തിൽ ശ്രദ്ധ നേടിയെടുക്കാൻ സാധിച്ചു. വിവിധ ഭാഷകളിൽ റിലീസിനെത്തുന്ന പ്രേമലുവും ഇപ്പോൾ പ്രദർശനം തുടരുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, മഞ്ഞുമ്മൽ ബോയ്സും ഇപ്പോൾ തെലുങ്കിലും റീമേക്ക് ചെയ്യപ്പെടാൻ കാത്തിരിക്കുകയാണ്. ഡബ് ചെയ്യപ്പെടുത്ത വെർഷൻ വരാനിരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. മലയാള സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ദയവ് ചെയ്ത് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയും നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.